ആസേതു ഹിമാചലം വരെ വളർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രസ്ഥാനത്തിന്റെ ഈ ഒരു ആശയത്തിന്റെ ഒരു ദൃഷ്ടാന്തമാണ് നമുക്ക് ഇന്ന് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു കാലഘട്ടത്തില് ഇന്ത്യയിലെ പ്രതിപക്ഷമായിരുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങള് സകല നഗരങ്ങളിലെയും തൊഴിലാളികളുടെ ഇടയിൽ വളരെയധികം സ്വാധീനം ഉണ്ടായിരുന്ന പ്രസ്ഥാനങ്ങള് അതൊക്കെ ഇന്ന് റെയിൽവേ സ്റ്റേഷനിൽ പോലും ചുവന്ന കൊടി കാണാത്ത രീതിയിൽ അസ്തമിച്ച കാലഘട്ടത്തില് ഈ കേരളത്തിൽ മാത്രം ഒരു ചെറിയൊരു കച്ചിത്തുരുമ്പായിട്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇവിടെ നിലനിന്നു പോവുകയാണ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് പെൻഷൻ സംഘ് കണ്ണൂർ കളക്ടറേറ്റിലേക്ക് ധർണ നടത്തി. 12ാം പെൻഷൻ പരിഷ്കരണം ഉടൻ നടപ്പിലാക്കുക, DR കുടിശ്ശിക അനുവദിക്കുക, 25% ഇടക്കാല ആശ്വാസം അനുവദിക്കുക, സർക്കാർ വിഹിതത്തോടെ മെഡിസിപ്പ് അപാകതകൾ പരിഹരിച്ചു നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള സ്റ്റേറ്റ് പെൻഷൻ സംഘ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി കണ്ണൂർ കളക്ടറേറ്റിൽ ധർണയും മാർച്ചും സംഘടിപ്പിച്ചത്. ധർണ സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് KN വിനോദ് ഉദ്ഘാടനം ചെയ്തു. സംഘടനാ ജേതാക്കളായ K മനോജ് കുമാർ, T ശിവദാസൻ, E രാജേഷ്, M നാരായണൻ, CK രമേശൻ മാസ്റ്റർ, NV മോഹനൻ, MT മധുസൂദനൻ, MT സുരേഷ് കുമാർ, CV ബാലകൃഷ്ണൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചു. പെൻഷൻ പരിഷ്കരണത്തിന് ശേഷം 2024 പെൻഷൻ പരിഷ്കരണം നിശ്ചയിച്ചതായിരുന്നു. പക്ഷെ നമുക്കറിയാം, ആ സമയത്ത് കേരളം ഭരിച്ചുകൊണ്ടിരുന്ന ഇടതുപക്ഷ സർക്കാർ തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ അപ്പോസ്തലന്മാരെന്ന് അവകാശപ്പെടുന്ന ഇടതുപക്ഷ സർക്കാർ തൊഴിലാളി ദ്രോഹ നടപടിയായി മുന്നോട്ട് പോയ കഥ നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായി അറിയാം. തൊഴിലാളികളെ മാത്രമല്ല, ഇന്നാട്ടിൽ സമസ്ത മേഖലയിൽ ജീവിക്കുന്ന ജനങ്ങളെയും പ്രതിനിധിച്ചുകൊണ്ട് എല്ലാ വിധത്തിലും ജനദ്രോഹ ഭരണം നടത്തിക്കൊണ്ട് ഇടതുപക്ഷ സർക്കാരിൽ നിന്ന് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. 24 കഴിഞ്ഞു, 25 വരെ ഞങ്ങൾ ആ സമയത്തും ഇതേ ആവശ്യം ഉന്നയിച്ചാണ് ഇതേ സ്ഥലത്ത് സമര സംഘടിപ്പിക്കുകയുണ്ടായി. അതിന്റെ ഫലമായി 2025 ഇലക്ഷന് തൊട്ട് മുമ്പ് ഒരു കമ്മിറ്റിയെ അന്നത്തെ ചീഫ് സെക്രട്ടറി ആയിരുന്ന ജോയിയെ ചെയർമാനായിക്കൊണ്ട് ഒരു കമ്മിറ്റിയെ പ്രഖ്യാപിച്ചു. 3 മാസത്തെ കാലാവധിയും കൊടുത്തു. കാലാവധി തീർന്നു. യാതൊരു വിധത്തിലുള്ള റിപ്പോർട്ടും സമർപ്പിച്ചിട്ടില്ല. അദ്ദേഹം പറയുന്നത് ഒരു കമ്മിറ്റി നിശ്ചയിച്ചു എന്നല്ലാതെ കമ്മിറ്റിക്ക് പ്രവർത്തിക്കാൻ വേണ്ട മറ്റ് സജ്ജീകരണങ്ങളൊന്നും സംജാതമാക്കാവുന്നതൊക്കെയാണ് യാതൊരു രീതിയിലുള്ള പ്രവർത്തനം നടത്താൻ സാധിക്കാവുന്നതെന്ന് വിലപിക്കുന്നു.